Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിനെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. സംശയം ഉണ്ടാകുന്നത് പ്രകടന പത്രിക ശരിയായി വായിച്ചു നോക്കാത്തതുകൊണ്ട്. ശരിയായി വായിച്ചാൽ പാർട്ടി നിലപാട് ബോധ്യമാകുമെന്നും സതീശൻ. തൃശൂർ മേയറുടെ സുരേഷ് ഗോപി അനുകൂല പ്രസ്താവന BJPയെ സഹായിക്കാൻ CPIM ശ്രമിക്കുന്നതിന്റെ തെളിവെന്നും പ്രതിപക്ഷ നേതാവ്. തൃശൂരും തിരുവനന്തപുരത്തും ഇത്തരം ശ്രമങ്ങളുണ്ട് എന്നും VD സതീശൻ. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനെതിരെ സജി മഞ്ഞക്കടമ്പിൽ. ഫ്രാൻസിസ് ജോർജ് മത്സര തൊഴിലാളി. ഫ്രാൻസിസ് ജോർജ് രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടെന്നും സജി മഞ്ഞക്കടമ്പിൽ. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പ്രതികരിച്ച LDF കൺവീനർ. ബോംബ് നിർമ്മാണം പോലെയുള്ള കുറ്റം ആര് ചെയ്താലും തെറ്റ്. പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കട്ടെ എന്നും EP ജയരാജൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 20-ൽ 20 സീറ്റ് നേടുമെന്ന് ഷിബു ബേബി ജോൺ. NK പ്രേമചന്ദ്രൻ മികച്ച ഭൂരിപക്ഷം നേടും. ഗണേഷ് കുമാറിനെതിരായ പരാമർശം അതിര് കടന്നതായി തോന്നുന്നില്ലെന്നും RSP സംസ്ഥാന സെക്രട്ടറി. ജനമനസ്സറിയാൻ ന്യൂസ് 18 വോട്ടോട്ടം പത്തനംതിട്ട ജില്ലയിൽ. യാത്രാ ദുരിതം പങ്കുവച്ച് നാട്ടുകാർ. ഈ പത്തനംതിട്ടയുടെ നിലവിലെ അവസ്ഥ കണ്ടില്ലേ, എല്ലാം ഒരു പണികളും പൂർത്തീകരിക്കത്തില്ല, യാതൊരു വികസനവും ഇല്ലാതെ. അതിപ്പം ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും ഇതൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നു. പാവപ്പെട്ട ജനങ്ങൾക്ക് അന്നത്തിനുള്ള വക ഉണ്ടോ? ഇല്ല. വോട്ടവകാശം വിനിയോഗിക്കുക. ബോധവൽക്കരണ പരിപാടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൊല്ലത്ത് മാജിക് ഷോയിലൂടെ ബോധവൽക്കരണം. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വിശദമായി കടക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുമ്പോൾ ദേശീയ നേതാക്കൾ എല്ലാവരും തന്നെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമാണ്. ആരോപണ പ്രത്യാരോപണങ്ങളുമായാണ് ദേശീയ നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇതാ വികസനത്തിന്റെ പേരിൽ നരേന്ദ്രമോദി എത്ര നാൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുമെന്ന് ചോദിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. 10 വർഷമായി ഭരണത്തിൽ ഇല്ലാത്ത പാർട്ടിയെ ആണ് ഭരിക്കുന്ന പാർട്ടി കുറ്റം പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ദീർഘദർശനം കാരണമാണ് ഇന്ത്യയിൽ IITകളും IIMകളും സാധ്യമായത്. എന്നിട്ടും 75 വർഷമായി രാജ്യത്ത് ഒരു വികസനവും നടന്നിട്ടില്ല എന്നാണ് BJPയുടെ ആരോപണമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ രാംനഗറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. പൗരത്വ നിയമത്തിലെ കോൺഗ്രസിന്റെ നിലപാടിനെതിരായ വിമർശനത്തിൽ പ്രതികരിച്ച VD സതീശൻ. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ശരിയായി വായിച്ചു നോക്കാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് സംശയം ഉണ്ടാകുന്നത്. ശരിയായി വായിച്ചാൽ പാർട്ടിയുടെ നിലപാട് ബോധ്യമാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ കാര്യമാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചില മാധ്യമങ്ങൾ എല്ലാ ദിവസവും ഈ ചോദ്യം ചോദിക്കുന്നത് ഇത് മാത്രം ചർച്ച ചെയ്താൽ മതി, ഇത് മാത്രം ചർച്ച ചെയ്താൽ മതിയാ. അതിനൊക്കെ നല്ല ക്ലാരിറ്റിയുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം ഭരണഘടനാ വിരുദ്ധമായി മോഡി ഭരണകൂടം ചെയ്ത എല്ലാ നിയമങ്ങളും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കും. അത് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി ഞങ്ങളുടെ പ്രകടന പത്രികയെങ്കിലും ഞങ്ങളെ കൊണ്ട് എഴുതാൻ സമ്മതിക്കും. അതുകൂടി കയറി പിണറായി വിജയൻ എഴുതല്ലേ. അത് വായിച്ചു നോക്കാഞ്ഞിട്ടാണ്.
അത് വായിച്ചു നോക്കാണ്ടാണ്. ആ 8ാമത്തെ പേജ് 22ാമത്തെ പേജ് ഒന്ന് മോൻ വായിച്ചു നോക്കുക, അപ്പൊ മനസ്സിലാവും. രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, ഭരണഘടനാപരമായ നിയമങ്ങളും ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ നിയമങ്ങളും. ഞങ്ങളുടെ കേസ് എന്താ? ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തെന്നാണ്. നിങ്ങളാരുമല്ലല്ലോ പാർലമെന്റിൽ പ്രസംഗിച്ചത്. CPM നേതാക്കളൊന്നും അല്ല പാർലമെന്റിൽ പ്രസംഗിച്ചത്. പാർലമെന്റിൽ പ്രസംഗിച്ചത് ശശി തരൂരാണ് ലീഗൽ ഒബ്ജക്ഷൻ റൈസ് ചെയ്തത്. ആർട്ടിക്കിൾ 14 15 വയലേഷനാണ്. പൗരത്വ നിയമം നടപ്പാക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾ പറഞ്ഞത്. അതാണ് ഞങ്ങളുടെ നിലപാട്. ഇത് മാത്രമല്ല, BJPയെ സഹായിക്കാൻ CPIM ശ്രമിക്കുന്നതിന്റെ തെളിവാണ് തൃശൂർ മേയറുടെ സുരേഷ് ഗോപി അനുകൂല പ്രസ്താവനയെന്നും പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. CPIM വോട്ട് കിട്ടി ജയിക്കാൻ പറ്റുമോ എന്നാണ് BJPയും നോക്കുന്നത്. തൃശൂരും തിരുവനന്തപുരത്തും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. തൃശൂരിലും തിരുവനന്തപുരത്തും അവർ ശ്രമിച്ചു നോക്കിയാൽ തൃശൂരിൽ അതൊരു പരസ്യമായ ഒരു ബന്ധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എവിടെ CPM-ഉം BJPയും തമ്മിൽ ബന്ധമുണ്ടാക്കിയാലും BJPയെ കേരളത്തിൽ ഒരു അക്കൗണ്ടും തുറക്കാൻ കോൺഗ്രസും UDF-ഉം സമ്മതിക്കില്ല. അവിടെയെല്ലാം വൻ ഭൂരിപക്ഷത്തോടു കൂടി UDF സ്ഥാനാർത്ഥികൾ വിജയിക്കുക തന്നെ ചെയ്യും. ആരുടെ വോട്ട് ലഭിച്ചാലും ഇല്ലെങ്കിലും എന്തുമാകട്ടെ BJP അക്കൗണ്ട് തുറക്കുന്ന തെരഞ്ഞെടുപ്പ് ആണ് ഇത്തവണത്തേത് എന്നാണ് PC ജോർജ് പറയുന്നത്. എല്ലാ സീറ്റിലും 1 ലക്ഷം വോട്ടെങ്കിലും കൂടുമെന്നും PC ജോർജ് അവകാശപ്പെടുകയാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഒരു നാഴികക്കല്ലായി മാറും. BJP നിർണായക ശക്തിയായി ഉയരും എന്ന് മാത്രമല്ല, അക്കൗണ്ട് തുറന്നിരിക്കും. BJP അക്കൗണ്ട് തുറക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. BJPയുടെ അംഗങ്ങൾ യാതൊരു സംശയമില്ലാതെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ശ്രീ നരേന്ദ്രമോദിക്ക് കൈപൊക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. അതേസമയം കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് എതിരെ സജി മഞ്ഞക്കടമ്പിൽ രംഗത്തു വന്നു. ഫ്രാൻസിസ് ജോർജ് മത്സര തൊഴിലാളിയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പണം വീട്ടിൽ കൊണ്ടുപോകുന്ന ഫ്രാൻസിസ് ജോർജ് തന്നെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട എന്നും സജി മഞ്ഞക്കടമ്പിൽ പറയുകയാണ്. ഫ്രാൻസിസ് ജോർജ് LDF നിൽക്കുമ്പോൾ ഞാൻ UDF-കാരനായിരുന്നു. അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് കൂടുതൽ വർത്തമാനം വേണ്ട. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഇടുക്കിയിൽ നിന്നുള്ള ആളുകളൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഇടുക്കിയിൽ അദ്ദേഹത്തിനോട് പ്രവർത്തിച്ച ആളുകൾ പറഞ്ഞിരിക്കുന്നത്, പിന്നെ അദ്ദേഹത്തിന്റെ പഴയ ആത്മസുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഒരു മത്സര തൊഴിലാളിയാണ്. അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കും. ഏത് മുന്നിലെ ആളും മത്സരിക്കണം. മത്സരിച്ച് പാവപ്പെട്ട ആളുകൾ അവരുടെ പോക്കറ്റിലെ പൈസ മുടക്കി പ്രവർത്തിക്കും. ഇങ്ങനെ പണപ്പെരുമായിട്ട് നടക്കും. അവസാനം അദ്ദേഹം പണമായിട്ട് വീട്ടിൽ പോകുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് 6 കോടി രൂപ അദ്ദേഹത്തിന് ആസ്തിയുണ്ട്. അദ്ദേഹം QR കോഡ് ഇട്ടിട്ടുണ്ട്. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് LDF കൺവീനർ EP ജയരാജൻ. ബോംബ് നിർമ്മാണം പോലെയുള്ള കുറ്റം ആര് ചെയ്താലും തെറ്റാണ്. കേസ് പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കട്ടെ എന്നും EP ജയരാജൻ പറയുന്നു. ആര് കുറ്റം ചെയ്താലും തെറ്റാണ്. പോലീസ് സത്യസന്ധമായി നീതിപൂർവമായി നടപടി സ്വീകരിക്കും. തെറ്റായ പ്രവണതകൾ ആരുടെ ഭാഗത്തു നിന്നായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും. തെറ്റ് ചെയ്താൽ ആര് തെറ്റ് ചെയ്താലും തെറ്റാണ്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചുമത്തിയത് നിസാര വകുപ്പുകളെന്ന് കുറ്റപ്പെടുത്തുകയാണ് രമേശ് ചെന്നിത്തല. പ്രതികളെ രക്ഷിക്കാൻ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും നിരന്തരം ശ്രമിക്കുന്നുണ്ട്. കേസ് NIA-ക്ക് റഫർ ചെയ്യണമെന്നും കേരള പോലീസ് അന്വേഷിച്ചാൽ ഒരു തുമ്പും കിട്ടില്ല എന്നും ചെന്നിത്തല പറയുന്നു. കേരള പോലീസിനെ കൊണ്ട് അന്വേഷിച്ചാൽ ഇതിന് ഒരു തുമ്പും കിട്ടാൻ പോകുന്നില്ല. കാരണം ആദ്യം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ശ്രമിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ വളരെ നിസ്സാരപ്പെട്ട വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്, ഇതിലെ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണ് UAP. ബോംബ് സ്ഫോടനം ഉണ്ടാക്കുക, ആ സ്ഫോടനം കൊണ്ട് ആളുകളെ ഭയപ്പെടുത്തുകയും മാത്രമല്ല രാജ്യത്തിന്റെ യൂണിറ്റിക്കും ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിനും വെല്ലുവിളി ഉയർത്തിയാൽ it is definitely attracting the section 15 of UAP. ആ നിയമം ചുമത്തി ഈ കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് NIA-ക്ക് വിട്ടുകൊടുക്കാതെ ഈ കേസിലെ പ്രതികളെ തിരിച്ചറിയാൻ സാധ്യമല്ല. കേരളത്തിൽ ഇനി വോട്ടെടുപ്പിന് 13 ദിവസം മാത്രം ആണ് ശേഷിക്കുന്നത്. അതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശത്തിൽ എത്തിയിട്ടുണ്ട്. ജനമനസ്സ് അറിയാൻ News 18
വോട്ടോട്ടം പത്തനംതിട്ട ജില്ലയിൽ ആണ് ഇപ്പോഴുള്ളത്. പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ കാലങ്ങളായുള്ള അവസ്ഥ പരിതാപകരമാണ്. ഒരു മഴ പെയ്താൽ മറുകരയിൽ എത്തണമെങ്കിൽ യാത്രക്കാർക്ക് ദുരിതം തന്നെയാണ്. വോട്ടോട്ടത്തിൽ നാട്ടുകാർ ഈ വിഷയത്തെക്കുറിച്ച് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. വോട്ടോട്ടം എന്നുള്ളത് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. അതിൽ നമ്മളിത് തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഈ ഒരു ശോചനാവസ്ഥ തന്നെയാണ്. അതായത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ, ഇന്നലെ ഉണ്ടായ മഴയിൽ ആണ് ഈ ഒരു ഇത്രയും ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്ത് ദീർഘകാലമായി ഇവിടുത്തെ ജനങ്ങൾ പറയുന്ന ഒരു പ്രശ്നമാണ് ബസ് സ്റ്റാൻഡ് നവീകരിക്കണമെന്നുള്ളത്. അതിനുവേണ്ടി പല ജനപ്രതിനിധികളും ഇതുമായി ബന്ധപ്പെട്ട അതിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പണികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 വർഷത്തോളമായി ഈ ഒരു ദുരവസ്ഥ തുടങ്ങിയിട്ടെന്നാണ് നമുക്ക് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ബസ് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ദീർഘകാലമായി ഇവർ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ പോലും തന്നെ അതിനൊരു സ്ഥായിയായിട്ടുള്ള പരിഹാരം കാണാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും അതിനുവേണ്ടിയുള്ള ഒരു ഇടപെടൽ ഇത്തവണയെങ്കിലും ഉണ്ടാകണമെന്നുള്ള ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് എന്താണ് ഇവർ പറയുന്നത് ഇത്രയും കാലതാമസം എടുക്കാൻ പറയുന്നത്? കാലാവസ്ഥ എടുക്കാൻ എന്ത് പറയുന്നത് നമുക്കറിയത്തില്ല. ശരിക്കും ഇത് അനാസ്ഥയാണ്. തന്നെ അതിൽ ഭരിക്കുന്ന മുന്നണിയുടെ അനാസ്ഥ അല്ലാതെ പറയുന്നത്. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ബസ് സ്റ്റാൻഡ് പരിസരമാണിത്. ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനപ്രതിനിധികൾ മുന്നോട്ട് വരണമെന്നുള്ള ആവശ്യം ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന് സ്ഥായിയായ പരിഹാരം കാണണമെന്നുള്ള ആവശ്യവും അവർ പറയുകയും ചെയ്യുന്നു. എന്തായാലും അതിലൊക്കെ തന്നെ ഇത്തവണയെങ്കിലും ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ക്യാമറാമാൻ ഹരികൃഷ്ണനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 പത്തനംതിട്ട. നാട്ടുകാരിൽ യുവാക്കളായിട്ടുള്ള ജനങ്ങളും വലിയ പ്രതികരണങ്ങൾ തന്നെയാണ് ന്യൂസ് 18നോട് നടത്തിയിട്ടുള്ളത്. ന്യൂസ് 18 ഓട്ടോട്ടം പരിശോധിക്കുകയാണ്. യുവാക്കൾക്ക് എന്താണ് പറയാനുള്ളത്? വോട്ടോട്ടം പത്തനംതിട്ടയിൽ തുടരുകയാണ്. ഒപ്പം തന്നെ നമ്മൾ ഈ വരുന്ന വഴിയിൽ യുവജനങ്ങളെ കുറിച്ച് കാണുക, അവരുടെ അഭിപ്രായങ്ങൾ തേടുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്തായാലും വരുന്ന വഴിയിൽ കുറച്ച് ട്രെയിനിങ് ചെയ്യുന്ന പിള്ളേരെ കണ്ടിരുന്നു. അവരുടെ ഈ ഇലക്ഷൻ വൈബ്സ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ്. ഇതിൽ പലർക്കും വോട്ട് ആദ്യമായി ചെയ്യുന്നവരുണ്ട്, വോട്ട് ഇത്തവണ വോട്ടുണ്ടോ? ഇല്ല. എത്ര വയസ്സായി ഇപ്പം? എനിക്ക് ഇനി ഈ വർഷം 15 വയസ്സ്. 15 വയസ്സായുള്ളൂ. അപ്പൊ ഇനി 3 വർഷം കൂടെ ഉണ്ട് നമുക്ക് മറ്റേ വോട്ട് രേഖപ്പെടുത്താനൊക്കെ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഇലക്ഷനെ കുറിച്ച്? ഈ സ്ഥാനാർത്ഥികളൊക്കെ കാണാറുണ്ടോ? ആരൊക്കെ ഇത്തവണ ഇലക്ഷൻ നിൽക്കുന്നത് അറിയോ? എന്ന് പറഞ്ഞേ എങ്കിലും ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെയില്ല? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ഇലക്ഷനോടൊന്നും താല്പര്യമില്ല? ഇല്ല. അതെന്താ അങ്ങനെ? ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം എനിക്ക് 15 വയസ്സായിട്ടേ ഉള്ളൂ. 18 വയസ്സായതിനു ശേഷം അതിനെപ്പറ്റി ആലോചിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും അതുപോലെ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം ഇതൊക്കെ തന്നെയാണോ? എങ്ങനെയാ? വോട്ടുണ്ടോ ഇത്തവണ? ഇല്ല, ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്ത് പറ്റി? സമയമുണ്ടല്ലോ. ഇനി സമയമില്ല. ഇത്തവണ വോട്ട് ചെയ്യാൻ ഇനി സമയമൊന്നുമില്ല. അല്ല, ഞാൻ ചെയ്തില്ല ഇതുവരെയായിട്ട്. സമയം കിട്ടിയില്ല. അത് തന്നെ വേറൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ്. ഈ ട്രെയിനിങ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഉഷാറാണ്. പിന്നെ കണ്ടോ, വെയിലത്തൊക്കെ ചൂടെടുത്ത്. നല്ല ചൂടാണല്ലേ? എന്താ ഒന്നും മിണ്ടാതെ? എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? നിങ്ങൾക്ക് ഇതില് ആർക്കെങ്കിലും വോട്ടുണ്ടോ? ഉണ്ട്. ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇനി ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ്. ആർക്കാണെന്നൊന്നും ചോദിക്കുന്നില്ല. എങ്കിൽ പോലും തന്നെ ഒരു തീരുമാനം നേരത്തെ മനസ്സിലെടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. എന്നാലും ആര് വരണമെന്ന്, അതായത് നിലവിലെ MP യുടെ ഒരു പ്രവർത്തനമൊക്കെ എങ്ങനെയാ? അപ്പൊ ആ MP തന്നെ തുടർന്നാ മതിയോ, അതോ വേറെ ഏതെങ്കിലും മാറ്റം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? ജനങ്ങളെ സഹായിക്കുന്ന ആരാന്ന് വെച്ചാൽ അവർക്ക് വോട്ടിടുക. ഈ നിലവിലെ MP ജനങ്ങളെ സഹായിക്കാറൊക്കെ ഉണ്ടോ? ഇപ്പം നടക്കുന്ന കണ്ടിട്ടില്ലേ? എങ്ങനെയാ എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, സഹായിക്കുന്നുണ്ട്. ആന്റോണിന് ഭയങ്കര സഹായം, ഞങ്ങൾക്ക് സഹായം ചെയ്തിട്ടുണ്ട്. കല്യാണം നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത്തവണയും ആന്റോണിന് തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതെ, ആന്റോണിക്ക് തന്നെ വോട്ട് ചെയ്യും. ഞങ്ങൾ എല്ലാവരും, ഫാമിലി എല്ലാവരും ആന്റോണിക്ക്. അങ്ങനെയാണല്ലേ? എന്തായാലും ആന്റോണിക്കൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട്. ഒപ്പം തന്നെ കുറച്ചധികം ആൾക്കാർ വേറെ ഉണ്ട്. എങ്ങനെയുണ്ട് ട്രെയിനിങ് ഒക്കെ? എങ്ങനെ പോകുന്നുണ്ട്? നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിൽ കുറെ ആളുകളൊക്കെ PSCയിൽ ബാങ്കിൽ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ ലിസ്റ്റിൽ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം സമീപകാലത്തൊക്കെ നമുക്കറിയാലോ, ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ CPയുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ അവസാനിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പല രീതിയിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ പല സമരങ്ങളൊക്കെ നടത്തിയിട്ട് പോലും സർക്കാർ അവരെ നോക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. ഇന്ന് അവർ മാധ്യമങ്ങളെ കാണാൻ വേണ്ടിയൊക്കെ ഇരിക്കുകയാണ്. കാരണം അവരുടെ അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ, അവരുടെ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരികയുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്?
തെരഞ്ഞെടുപ്പ് എല്ലാം ബേസിക്കലി നല്ലതാണ്. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഇതിൽ കിട്ടിയാലെന്ന് വെച്ചാൽ ജീവിതം ഞങ്ങളുടെ മുമ്പോട്ട് പോകും, കിട്ടിയില്ലെങ്കിൽ അവിടെ കൊണ്ട് അവസാനിക്കുന്ന രീതിയാണ്. പിന്നെ ബേസിക്കലി എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് എല്ലാം നല്ലത് തന്നെയാണെങ്കിലും ഇപ്പം ഞങ്ങളുടെ സ്റ്റേഡിയത്തിൽ ഞങ്ങൾ ഇത്രയും പേര് ഒരുപാട് പേര് വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. ഞങ്ങളെല്ലാം ഒരു ലിറ്റർ വെള്ളമാണെങ്കിൽ പോലും മാക്സിമം 2 ലിറ്റർ വെള്ളമാണ് ബായിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. ഒരുപാട് ദൂരെ നിന്ന് എരുമേലി മുണ്ടാക്കയം അത്രയും ദൂരത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഈ വെള്ളം കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സ്റ്റേഡിയത്തിൽ ഒരു വെള്ളം കുടിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഒരു ഇച്ചിരി വെള്ളം കുടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ച് അത്രയ്ക്ക് ഉപകാരമായിരുന്നു. സ്റ്റേഡിയം എല്ലാ ആവശ്യങ്ങൾക്കും സ്റ്റേഡിയം യൂസ് ചെയ്യുന്നുണ്ട്. അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്റ്റേഡിയം യൂസ് ചെയ്യുന്നുണ്ട്. വലിയ പ്രോഗ്രാം വലിയ ആൾക്കാർ വരുമ്പോൾ സ്റ്റേഡിയം പണിയുന്നുണ്ട്, പുതുക്കുന്നുണ്ട്, പൊളിക്കുന്നുണ്ട്, കുഴിച്ചിടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതേപോലെ അവർക്ക് അവരവരായ വരുന്നവർക്കെല്ലാം വെള്ളം കുടിക്കാനെല്ലാം വീട്ടിൽ നിന്ന് വലിയ ആൾക്കാർ കൊണ്ടിറക്കുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് 1 ലിറ്റർ വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇനി പമ്പിൽ പോകണം, 2 കിലോമീറ്ററോളം നടന്ന് പമ്പിൽ പോയി വേണം വെള്ളം എടുത്തുകൊണ്ട് വന്ന് കുടിക്കാനായിട്ട്. അത് മാത്രമേ ഉള്ള സാഹചര്യം. കാരണം ദാഹിച്ച് വേണം ഞങ്ങളെല്ലാം ഗ്രൗണ്ടിൽ ഓടിയിട്ട് വന്ന ഒരു വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ചോദിക്കാൻ പോലും ഇല്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യം ഗ്രൗണ്ടിൽ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തണമെന്നുള്ള ആവശ്യമൊക്കെ ഉണ്ടല്ലോ. ഒപ്പം തന്നെ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇലക്ഷനാണ്, നിങ്ങൾക്കൊക്കെ ഓരോ അഭിപ്രായം ഉണ്ടല്ലോ. അതിൽ ആരെ പിന്തുണയ്ക്കണമെന്ന് നിങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ഒപ്പം തന്നെ ആർക്കൊപ്പം നിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കണമെന്നൊക്കെ ഉള്ള ഒരു മനസ്സിലുണ്ടായിരിക്കുമല്ലോ. ഞാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഗണേഷ് കുമാർ സാറിന്റെ ഒപ്പം തന്നെ നിൽക്കാൻ താല്പര്യമാണ്. സാറിനെ തന്നെ പെർമനന്റ് ആയിട്ട് വീണ്ടും ഈ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ അതെ ഗണേഷ് കുമാർ ഇത്തവണ എന്തായാലും ലോക്സഭാ മത്സരമാണല്ലോ നടക്കുന്നത്. അപ്പം ഗണേഷ് കുമാർ പിന്തുണയ്ക്കുന്ന LDF-നെ പിന്തുണയ്ക്കാൻ തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറാണെങ്കിൽ മോട്ടോർ വാഹനത്തിന്റെ ഒരുപാട് നിയമനങ്ങൾ കൊണ്ടുവന്നപ്പോഴും ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. കാരണം ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആ വാഹനം എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഓടിച്ച് കറക്റ്റ് ലൈസൻസ് ക്ലിയർ ചെയ്യുവാണെങ്കിൽ മാത്രം ഓടിക്കാൻ മുന്നോട്ട് ഇറങ്ങിയാൽ മതി. അല്ലാതെ റോഡിൽ ഇപ്പം തന്നെ എന്ത് ആക്സിഡന്റ് നടക്കുന്നത് എന്തുകൊണ്ടാണ് ലൈസൻസ് കറക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി ഓടിക്കാൻ അറിയുന്നില്ല പലർക്കും. എല്ലാവർക്കും 2 ഓട്ടോ ഓടി കഴിഞ്ഞ ഉടനെ വണ്ടി ഇറക്കി റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാം പഠിച്ചെന്നുള്ള രീതി. സാറ് പറഞ്ഞ കറക്റ്റ് കാര്യം, ഓടിക്കാൻ അറിയുന്നവർ മാത്രം ഇറങ്ങി റോഡിൽ വണ്ടി ഓടിക്കൂ. അല്ലാത്തൊരു ലൈസൻസ് കറക്റ്റ് ഓടിച്ച് കറക്റ്റ് ലൈസൻസ് കിട്ടിയാൽ മാത്രം കഴിഞ്ഞ് റോഡിൽ ഇറങ്ങിയാൽ മതി. ഇതിപ്പം പത്തനംതിട്ടയിലെ യുവാക്കളുടെ പ്രതികരണം ഇത്തരത്തിലാണ്. ചിലർക്ക് രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമില്ല, എന്നാൽ മറ്റു ചിലർ രാഷ്ട്രീയ നീക്കങ്ങൾ ഉൾപ്പെടെ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നവരാണ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 20-ൽ 20 സീറ്റും നേടുമെന്നാണ് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറയുന്നത്. ചവറയിൽ ഇത്തവണ NK പ്രേമചന്ദ്രൻ മികച്ച ഭൂരിപക്ഷം നേടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയവും നേടും. ഗണേഷ് കുമാറിനെതിരായ പരാമർശം അതിരു കടന്നതായി തോന്നുന്നില്ല എന്നും രാഷ്ട്രീയമായ പ്രതികരണം ആണ് താൻ പറഞ്ഞത് എന്നും ഷിബു ബേബി ജോൺ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഓട്ടോട്ടത്തിൽ എന്നോടൊപ്പമുള്ളത് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണാണ്. സ്വാഗതം. ആദ്യം തന്നെ ചോദിക്കുകയാണ്, കഴിഞ്ഞ തവണ ഏകദേശം 1.5 ലക്ഷത്തിനടുത്ത് വോട്ട് ഭൂരിപക്ഷം നേടാൻ NK പ്രേമചന്ദ്രൻ സാധിച്ചിരുന്നു. പക്ഷേ ഇത്തവണ M ഉപേഷിനെ LDF സ്ഥാനാർത്ഥിയായി ഇറക്കുന്നു. ഒരുപക്ഷെ ഒരു ഈസി വാക്കോർ ഒരു തവണ ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാനായിട്ടുണ്ട് എന്ന് നേതാക്കൾ പറയുകയും ചെയ്തു. ആ ഒരു പരാമർശത്തെ എങ്ങനെ കാണും? ഇല്ല, അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം CPM-ന്റെ ഏറ്റവും ശക്തന്മാരായിട്ടുള്ള പാർട്ടി കേഡറിന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒരായിരുന്നു മുമ്പ് മത്സരിച്ച്. ആദ്യം സഖാവ് MA ബേബിയും പിന്നെ സഖാവ് ബാലഗോപാലും. അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ നിലയിലേക്ക് മുകേഷ് എത്തുന്നില്ല അവരുടെ പാർട്ടി സംഘടനാ നിലയിൽ. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇനി അരാഷ്ട്രീയമായിട്ടൊരു സിനിമാ താരത്തിനെ കൊണ്ട് ചില വോട്ടുകൾ സ്വരൂപിക്കാൻ സാധിക്കുമെന്നൊരു പരീക്ഷണം മാത്രമാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെ മുന്നേറ്റം ഉണ്ടായി എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ്. പിന്നെ ഒരിക്കലും ഒരു ഭൂരിപക്ഷമൊന്നും ആർക്കും പ്രവചിക്കാൻ സാധിക്കത്തില്ല. അത് ഒരുമാതിരി അബദ്ധസഞ്ചാരമാണ്. ഞങ്ങൾക്ക് അനുകൂലമായ നല്ലൊരു അന്തരീക്ഷ മണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഉജ്ജ്വലമായ വിജയം തന്നെ സ്ഥാനാർത്ഥി പ്രേമേന്ദ്രനുണ്ടാവും. ഈ സാമുദായിക ഇക്വേഷൻസ് ഒക്കെ ഇത്തവണത്തെ പ്രതിഫലിക്കുക? കാരണം നായർ കാൻഡിഡേറ്റ് ഒക്കെ വരുമ്പോൾ ഇതെല്ലാം ശ്രമിക്കുമ്പോഴും ഞാൻ എന്നും വിശ്വസിക്കുന്നത് മനുഷ്യന്റെ പട്ടിണിയും ദാരിദ്ര്യവുമാണ് അവനെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് അറിയാവുന്ന ബോധ്യമുള്ള ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ നയങ്ങൾ അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകാനൊക്കാത്ത സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളത്, ഇത് രണ്ടും കണക്കിലെടുക്കുമ്പോൾ ബാക്കി ജാതിയും മതമൊക്കെ അങ്ങ് അറിയിക്കും. ഇതൊക്കെ CPM-ന് വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളത് ഒരു പരിതാപകരമായ
സംഗതിയായിട്ട് കാണാൻ സാധിക്കും. ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാക്കാനൊക്കെ നോക്കുന്നത്. പക്ഷെ അതൊന്നും കൊല്ലം മണ്ഡലത്തിൽ നല്ല കേരളത്തിൽ പൊതുവെ നടക്കില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, അവന്റെ ബുദ്ധിമുട്ടുകളാണ് അവന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതിനെതിരെ അവൻ പ്രതികരിച്ചിരിക്കും വോട്ടർ. അതുകൊണ്ട് ആ നിലയിൽ തന്നെ ആയിരിക്കും കേരളത്തിലുടനീളമുള്ള വിധിയെഴുത്ത്. ഞാനിന്ന് നീണ്ടകര ഹാർബറിലൊക്കെ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വരില്ല എന്ന് പറയുന്നുണ്ട് ചിലരും. കാരണം അവർക്ക് അടിസ്ഥാന സൗകര്യമില്ല, പല ആവശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് അത് നടപ്പിലാക്കി തന്നിട്ടില്ല എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് സംസ്ഥാന ഭരണപക്ഷത്തെ പറയുകയും ചെയ്യുന്നുണ്ട്, നിലവിലെ എംപിയും പറയുകയും ചെയ്യുന്നു. അല്ല, സ്വാഭാവികമായിട്ട് ഇപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എംപിക്ക് എന്തൊക്കെയാണ് ഉത്തരവാദിത്വം, എംപി എന്ത് വികസന പ്രവർത്തനം എത്തിക്കാൻ എംപിയെ കൊണ്ട് സാധിക്കുമെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ തീരദേശം പൂർണ്ണമായ അവഗണന നേരിടുന്ന ഒരു പ്രദേശമാണ്. അതാണ്, തീരദേശം അവഗണന നേരിടുകയാണ്, അതുകൊണ്ട് വോട്ട് ചെയ്യാൻ വരില്ല എന്ന് നീണ്ടകരയിലെ വോട്ടർമാർ പറഞ്ഞു എന്നാണ് മിഥുൻ പറയുന്നത്. എന്നാൽ വോട്ടവകാശം വിനിയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ ബോധവൽക്കരണ പരിപാടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കൊല്ലത്ത് മാജിക്കിലൂടെയാണ് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നാണ് തെരഞ്ഞെടുപ്പുകൾ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വോട്ട് ചെയ്യുക എന്നത് തന്നെയാണ് പ്രധാനം. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ളത്. ഇന്ന് നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിൽ വോട്ടോട്ടം തുടരുന്നതിനിടയിലാണ് നമ്മൾ യാദൃശ്ചികമായാണ് ഈ ഒരു പരിപാടി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പോൾ മാജിക്കിലൂടെയും ഒപ്പം തന്നെ ഒരാൾ എങ്ങനെ വോട്ട് ചെയ്യണം, അതിന്റെ ആവശ്യകത എന്താണ്, അതിൽ ഒരു ആപ്പടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് തന്നെ എന്നോടൊപ്പം ഈ ആളുകൾ ഇതിലേക്ക് ശ്രദ്ധ നേടുന്നതിന് വേണ്ടിയും ഒക്കെയായി ഒരു മജീഷ്യൻ കൂടി. മജീഷ്യൻ എന്താണ് പേര്? പ്രേംദാസ് ആണ് പേര്. പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ഈ വരുന്ന 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 18 വയസ്സ് തികഞ്ഞിട്ടുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള എല്ലാവരും നിർബന്ധമായും വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. വോട്ടവകാശം നമ്മുടെ സ്വന്തം അവകാശമാണ്, അത് പാഴാക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഈ സാക്ഷം ECI എന്നുള്ളൊരു ആപ്പുണ്ട്. അതിലൊന്ന് വിരലമർത്തി കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ അവിടെ വന്ന് വോട്ട് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്നുള്ളത്. നമ്മൾ ഇവരെ എല്ലാവരെയും ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു മാജിക് കൂടിയായിട്ടാണ് വന്നിട്ടുള്ളത്. മാജിക് കാണണം എന്നാണ്. ഓക്കെ, തീർച്ചയായിട്ടും മാജിക് കാണാം. ഞാൻ മ്യൂസിക് ഒന്നുമില്ലാതെയാണ് ചെയ്യുന്നത്. ഓക്കെ, റെഡി. അത് കൊള്ളായിരുന്നു. അത് വിളിച്ച് വീണ്ടും ഉണ്ട്. ഇത് ഒറിജിനൽ നോട്ടാണോ? അപ്പൊ ഇങ്ങനെ കുറച്ചിങ്ങനെ എടുത്തു തന്നിരുന്നേ കൊള്ളായിരുന്നു. അടിപൊളി അടിപൊളി അടിപൊളി. തീർച്ചയായിട്ടും നമ്മൾ പറയാൻ പോകുന്നത് 18 വയസ്സ് തികഞ്ഞിട്ടുള്ള എല്ലാവരും വോട്ട് പാഴാക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് നിർബന്ധമായും എല്ലാ വോട്ടർമാരോടും പ്രത്യേകം അപേക്ഷിക്കുകയാണ്, എല്ലാവരും വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, തീർച്ചയായും തീർച്ചയായും. എന്തായാലും വളരെ വ്യത്യസ്തമായ രീതിയിൽ, രസകരമായ രീതിയിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തണമെന്നുള്ള, അതായത് വോട്ടവകാശം വിനിയോഗിക്കണമെന്നുള്ള ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. എന്നോടൊപ്പം നോഡൽ ഓഫീസർ കൂടി ചേരുന്നുണ്ട്. എന്താണ് സർ പേര്? എൻ്റെ ഒരു സുദേശൻ. എന്താണ് ഈ ഒരു പരിപാടി കൊണ്ട്? നമ്മുടെ ജില്ലയിൽ ആകമാനം വിവിധ തരത്തിലുള്ള അവബോധ പ്രവർത്തനം നടത്തുക, വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക, വോട്ടർ ലിസ്റ്റിൽ പേരുള്ള 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യുക എന്നുള്ള നമ്മുടെ ഭരണഘടനാ അവകാശം വിനിയോഗിക്കാൻ ആളുകളെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം പരമാവധി വോട്ട് ശതമാനം ഉയർത്തുക, അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അവബോധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത്. തന്നെ 18 വയസ്സ് കഴിഞ്ഞ് നിരവധി ആളുകളുണ്ടായിരിക്കും, ചിലപ്പോൾ പക്ഷേ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള നിരവധി പേരുണ്ടായിരിക്കും. അവർക്കൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ 80 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും ഭിന്നശേഷിക്കാർക്കും മാത്രമാണ് ആ സൗകര്യം ഒരുക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം പോളിംഗ് സ്റ്റേഷനിൽ തന്നെ വന്ന് വോട്ട് ചെയ്യണം. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരെല്ലാം വോട്ട് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അവബോധ പ്രവർത്തനം കൂടിയാണ്. വിവിധ തരത്തിലുള്ള പരിപാടി ജില്ലാ സ്വീപ്പിന്റെ നേതൃത്വം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. നാളെ തന്നെ നമ്മൾ കൊല്ലം ബീച്ചിൽ ജില്ലാ കളക്ടറും പോലീസ് സൂപ്രണ്ടും പങ്കെടുക്കുന്ന വടമലി മത്സരം നടത്തുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ക്വിസ് മത്സരങ്ങളുണ്ട്, ഫ്ലാഷ് മോബുകളുണ്ട്, വിവിധ തരത്തിലുള്ള പരിപാടി ജില്ലയിലെ എല്ലാ
11 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായി ഇതിപ്പം CO ഓഫീസിന് നേരിട്ട് ഏർപ്പെടുത്തിയതാണ് ഇത്തരത്തിലുള്ള ഒരു അവബോധ പ്രവർത്തനം. അതിന്റെ ഭാഗമായി ഇന്ന് തന്നെ നമ്മളിപ്പോൾ നഗരപ്രദേശങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ആളുകളിൽ ഇലക്ഷൻ സന്ദേശം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ക്യാമ്പയിൻ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ടുറപ്പിക്കാൻ നെട്ടോട്ട് ഓടുമ്പോൾ നമ്മൾ ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തായാലും ഇതിൽ അവർ പറയുന്ന പോലെ തന്നെ വിരൽ തുമ്പിൽ ജനാധിപത്യം, ഞാൻ വോട്ട് ചെയ്യും, നമ്മൾ വോട്ട് ചെയ്യും, കൊല്ലം വോട്ട് ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും അവരുടെ അവകാശം വിനിയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും വോട്ട് ചെയ്യാൻ 26-ന് പോളിംഗ് ബൂത്തിൽ എത്തണമെന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 കൊല്ലം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ പീഡന പരാതി